ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു ക്ലീനിങ് വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ക്ലീൻ ചെയ്യാൻ പോകുന്ന കിച്ചണാണ്. അപ്പോൾ കുറച്ച് നാളായിട്ടോ ഡെറ്റോളൊക്കെ ഇട്ട് തുടച്ചിട്ട്, അപ്പോൾ ഞാനൊന്ന് വിചാരിച്ചു ഡെറ്റോളൊക്കെ ഇട്ട് തുടക്കാമെന്ന്. എനിക്ക് ഈ ഡെറ്റോളിൻ്റെ മണം നല്ല ഇഷ്ടമാണ് കേട്ടോ. അപ്പം ഞാൻ മക്കളും ഹസ്ബൻഡും ഒക്കെ പോയ ശേഷം കിച്ചൺ ക്ലീനിങ് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ കിച്ചൺ ആണെങ്കിൽ മഹാവൃത്തികേടായിട്ട് കിടക്കുകയാണ്. രാവിലെ മക്കളൊക്കെ പോകുമ്പോൾ ചടപടേന്ന് ചെയ്തതുകൊണ്ട് അവർക്ക് ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്ത പാത്രവും എല്ലാം അവിടെ ഇങ്ങനെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയ പാത്രവും എല്ലാം ഇവിടെ കിടക്കുന്നുണ്ട്. അപ്പോൾ ഒത്തിരി പാത്രങ്ങളുണ്ട്. ഞാൻ ആദ്യം ഒന്ന് ഇതിൻ്റെ സൈഡൊക്കെ തുടച്ച് കൊടുക്കുന്നുണ്ട്. ചുമരൊക്കെ നമ്മൾ കറിയൊക്കെ ഉണ്ടാക്കിയത് തെറിച്ചിട്ടുണ്ട്. അപ്പോൾ അതുപോലെ അതിന് കുറച്ച് സോപ്പൊക്കെ ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് തുടച്ച് കൊടുത്തിട്ട് പിന്നെ നമുക്ക് ഡെറ്റോൾ ഇട്ടിട്ട് ഒന്ന് തുടച്ചാൽ മതി. അപ്പോൾ നല്ല വൃത്തിയാവും. ഇതിന് പിന്നെ പ്രത്യേകിച്ച് കളറൊന്നും വരാനില്ല. ഇതിങ്ങനെ തന്നെയാണ് ഈ ടൈൽസിൻ്റെ കളറ്. അങ്ങനെ നമ്മൾ ഒരു സൈഡിൽ നിന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ മുകളിലത്തെ ചുമരും തേച്ച് വൃത്തിയാക്കി, അതേപോലെ താഴെയും തേച്ച് വൃത്തിയാക്കി. അങ്ങനെ ഒരു സൈഡിൽ നിന്ന് അങ്ങോട്ട് പോകാമെന്ന് വിചാരിക്കുന്നത്. അവിടെ സോപ്പിട്ട് തേച്ച ശേഷം വെള്ളമൊഴിച്ചൊന്ന് കഴുകിയിട്ടാണ് ഡെറ്റോൾ ഇട്ടിട്ട് തുടച്ചു കൊടുത്തത്. പിന്നെ നേരെ ഗ്യാസ് സ്റ്റൗവിലേക്ക് എത്തിയിട്ടുണ്ട്. അങ്ങനെ ഗ്യാസ് സ്റ്റൗവിൻ്റെ ആ മുകളിലത്തെ സാധനത്തിന് എന്താ പറയണമെന്നൊന്നും എനിക്ക് അറിയത്തില്ല കേട്ടോ. ഞാൻ അതിൻ്റെ താഴെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ പ്രസ്സാണ്. അപ്പോൾ പ്രസ്സിൻ്റെ കവർ ഞാനൊന്ന് മാറ്റിയിട്ടോ. ഒത്തിരി നാളായി മാറ്റാതെ വെച്ചിട്ട്. അങ്ങനെ ഞാൻ അതിൻ്റെ കവറൊക്കെ എടുത്ത് കളഞ്ഞിട്ട് കഴുകാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. കഴുകണമെന്നൊന്നുമില്ല കേട്ടോ, അത് ചീത്തയായിട്ടൊന്നുമില്ല. അതിൻ്റെ പുറമേ ഉള്ള ആ മൊഞ്ച് കാണാത്തത് അതിങ്ങനെ വെച്ചിട്ട് തുരുമ്പിച്ച് പോയതാണ്. അല്ലാണ്ട് അതിൻ്റെ അകത്ത് നല്ല വൃത്തിയിലായിട്ടുള്ളത്. അങ്ങനെ നമ്മൾ ഗ്യാസ് സ്റ്റൗവൊക്കെ ഒന്ന് തേച്ച് നന്നായിട്ട് ഡെറ്റോളൊക്കെ ഇട്ട് തുടച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ മുകളിൽ വെക്കുന്ന സാധനവും നന്നായിട്ട് തേച്ചിട്ടൊന്നുമില്ല കേട്ടോ, തുടച്ചു കൊടുത്ത് അതിനകത്തോട്ട് വെച്ച്. അതിനകത്ത് ഒന്നും മോശമായിട്ടൊന്നുമില്ല. പിന്നെ ആണെങ്കിൽ ഇവിടെ ഒത്തിരി സ്ഥലം ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഒരു സ്ഥലത്തുനിന്ന് ഒരു സൈഡിൽ നിന്ന് വൃത്തിയാക്കുമ്പോൾ ഇപ്പുറത്തെ സൈഡിലോട്ട് പാത്രമൊക്കെ എടുത്ത് വെക്കുന്നുണ്ട്. ഇതിലൊക്കെ സാധനം ഉണ്ട് കേട്ടോ, ഉപ്പുമാവോ എന്തൊക്കെയോ സാധനങ്ങൾ ഞാനിങ്ങനെ ആദ്യം ഒന്ന് തട്ടി വെച്ചിട്ടുണ്ട്. ഇന്ന് രാവിലെ ഞാൻ ഉപ്പുമാവാണ് കേട്ടോ ഉണ്ടാക്കിയത്. അപ്പോൾ അത് ബാലൻസ് വന്നതൊക്കെ ഞാൻ ഈ പാത്രത്തിലേക്ക് ഇട്ട് വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ഞാൻ നേരത്തെ കഴുകി വെച്ചതാണ്. അതുകൊണ്ട് ഞാനിതൊക്കെ ഇനിയിപ്പോൾ നമ്മളിവിടെ തേക്കുമ്പോൾ ഒക്കെ അതിനകത്തോട്ട് തെറിക്കേണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇപ്പുറത്തെ സൈഡിലേക്ക് എടുത്തു വെക്കുന്നുണ്ട്. ഇനി നമ്മളിത് ഇവിടെയൊക്കെ ഒന്ന് തുടച്ചു കൊടുക്കുന്നുണ്ട്. ഇവിടെ വലിയ കുഴപ്പമൊന്നുമില്ല, എന്നാലും ഞാൻ തുടക്കുന്ന സമയത്ത് ഒന്ന് തുടച്ചു എന്നേ ഉള്ളൂ. പിന്നെ താഴെയും തുടച്ചു കൊടുത്തു കേട്ടോ. അങ്ങനെ നമ്മൾ ഒരു സൈഡിൽ നിന്ന് തുടച്ചിട്ട് മറ്റേ സൈഡിൽ എത്താറായിട്ടുണ്ട്. മറ്റേ സൈഡിൽ പറഞ്ഞാൽ നമ്മുടെ പാത്രത്തിൻ്റെ അടുത്താട്ടോ. ഇനി ഈ പാത്രമൊക്കെ ഒന്ന് കഴുകണത്. ഒത്തിരി പാത്രങ്ങളുണ്ട് കേട്ടോ. ഞാൻ എല്ലാം ബേസിലേക്ക് ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് ആദ്യം തൊട്ടേ കഴുകാൻ തുടങ്ങാം കേട്ടോ. ആദ്യം അത് ഇഡ്ഡലി ചെമ്പിനകത്ത് ഇഡ്ഡലി ഉണ്ടാക്കിയതൊന്നും അല്ല, ഇതെന്തോ ആവശ്യത്തിന് ഞാൻ എടുത്തതാണ്. അതിന് ശേഷം നമ്മുടെ പ്രസ് തേച്ച് കൊടുക്കുന്നുണ്ട്. ചുമ്മാതാണ് കേട്ടോ, അതിൽ വലിയ കുഴപ്പമൊന്നും ആയിട്ടില്ല. എന്നാലും ഞാൻ വിചാരിച്ചു ഒത്തിരി നാളായില്ലേ ഒന്ന് തുടച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ തുടച്ചിട്ട് അതൊക്കെ മാറ്റി വെച്ചു. വലുതൊന്ന് തേച്ചാൽ നമുക്ക് ചെറുത് അവിടെ നിന്ന് കഴുകാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ഞാൻ വലുത് പെട്ടെന്ന് തേച്ച് കഴുകി മാറ്റി വെക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ചെറുത് തേക്കാമെന്ന് വിചാരിച്ചു. ഇന്നലെ ആണെങ്കിൽ ഇവിടെ നല്ല മഴയായിരുന്നു കേട്ടോ. നമ്മുടെ കേരളത്തിലെ മഴ ഇവിടെ വന്നോന്ന് എനിക്ക് ഇന്നലെ രാത്രി തോന്നിയിട്ടുണ്ട്. 6 മണിക്ക് തുടങ്ങിയ മഴ ഒരു 8-9 മണി വരെ കണ്ടിന്യൂസ് ആയിട്ട് പെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ ഇടിയും മിന്നലും എല്ലാം ഉണ്ടായിരുന്നു. രാവിലെ ഉണ്ടായിരുന്നു ചെറുതായിട്ട് കേട്ടോ. രാത്രിയത്തെ അത്ര ഉണ്ടായിരുന്നില്ല രാവിലെ, എന്നാലും മഴ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവിടെ ചെറിയ തണുപ്പും ചെറുങ്ങനെ ചൂടും ഒക്കെ ഉണ്ട്. രണ്ട് കാലാവസ്ഥയിൽ ഇങ്ങനെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒത്തിരി വലിയ പാത്രമൊക്കെ ഞാനൊന്ന് കഴുകി മാറ്റി വെച്ചു. അതിനുശേഷം നമ്മൾ ചെറിയ പാത്രം കഴുകാൻ തുടങ്ങിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു വലിയ പാത്രത്തിനേക്കാളും ചെറിയ പാത്രമാണ് ഈ കഴുകാൻ ഒത്തിരി ഉണ്ടാകുന്നത്. ഒത്തിരി പാടും അത് തന്നെയാണല്ലേ. അപ്പോൾ അതൊക്കെ ആദ്യം എല്ലാം ഒന്ന് തേച്ച് വെച്ചു കേട്ടോ. എന്നിട്ട് ലാസ്റ്റ് പെട്ടെന്ന് കഴുകാമെന്ന് വിചാരിച്ചു. അല്ലെങ്കിൽ എൻ്റെ പൈപ്പിന് ചെറിയ പ്രോബ്ലം ഉണ്ട്. ഇതിന് എപ്പോഴും ഇങ്ങനെ തിരിച്ചുകൊണ്ടിരിക്കണം. എനിക്ക് മടിയാവും. ഞാനിത് ഓണാക്കിയ പിന്നെ കഴുകി കഴിഞ്ഞാലേ പൈപ്പ് ഓഫാക്കലുള്ളൂ. അത് അങ്ങനെയാണ്. ചെറിയ പാത്രമൊക്കെ കഴുകണ സമയത്ത് ഞാൻ അങ്ങനെയാണ് ചെയ്യാറുള്ളത്. വലിയ പാത്രമാണെങ്കിൽ ഞാൻ പൈപ്പ് ഓഫ് ചെയ്തിട്ട് മാത്രമേ കഴുകലുള്ളൂ. ചെറിയ പാത്രമാണെങ്കിൽ ഞാൻ കഴുകിക്കൊണ്ടിരിക്കും പൈപ്പ് ഓൺ ചെയ്തിട്ട്. അപ്പോൾ നമ്മൾ ഒത്തിരി വെള്ളം വെറുതെ വേസ്റ്റ് ആവുമല്ലോ. ഇവിടെയാണെങ്കിൽ നമ്മുടെ ടാങ്കിലത്തൊക്കെ വെള്ളം പെട്ടെന്ന് തീരും. പെട്ടെന്ന് വരച്ചെങ്കിൽ ഒരു ടൈമിലേ വെള്ളം വരത്തുള്ളൂ. അതുകൊണ്ട് നമുക്കത് നോക്കിയും കണ്ടും യൂസ് ചെയ്തില്ലെങ്കിൽ നമുക്ക് പണി കിട്ടും.
അത് ഞാൻ ഒത്തിരി വീഡിയോസിൽ ഞങ്ങളടുത്ത് പറഞ്ഞിട്ടുണ്ട്. ആദ്യമൊക്കെ വന്നപ്പോൾ എനിക്ക് എപ്പോഴും പണി തന്നെയായിരുന്നു വെള്ളം തീരൽ. ഇപ്പം ഞാനത് കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്. അതുകൊണ്ട് വലിയ പ്രശ്നമില്ലാതെ പോകുന്നുണ്ട്. എന്താ നമ്മൾ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും നമ്മുടെ പാത്രമൊക്കെ കഴുകി കഴിഞ്ഞു കേട്ടോ. അതിന് ശേഷം ആ പൈപ്പിൻ്റെ എവിടെയൊക്കെ തേച്ച്, പിന്നെ ആ സൈഡിലൊക്കെ ചുമരൊക്കെ നന്നായിട്ടൊന്ന് തേച്ച് കഴുകി കൊടുക്കുന്നുണ്ട്. ഈ തുണിയാണെങ്കിൽ ഞാൻ എത്ര പ്രാവശ്യം ഒന്ന് കഴുകിയിട്ടുണ്ടാവുന്നു ഒരു പിടിയില്ല കേട്ടോ. ഞാനിത് കഴുകുന്നു, പിഴിയുന്നു, തുടക്കുന്നു. ഇത് നിങ്ങൾ തന്നെ ഒത്തിരി തവണ കണ്ടിട്ടുണ്ടാവും. അങ്ങനെ ഞാനിതാ ചുമരും നല്ല പോലെ ഒന്ന് കുറച്ച് ഡെറ്റോൾ അധികം ഇട്ട് കൊടുക്കണം. ഡെറ്റോളിൻ്റെ മണം അതിനകത്ത് ഇപ്പം തന്നെ ഉണ്ട്. ഞാൻ കുറച്ച് നേരത്തെ ഒഴിച്ചില്ലായിരുന്നു, അതുകൊണ്ട് ഡെറ്റോളിൻ്റെ മണം ആ തുണിയിലുണ്ട്. അങ്ങനെ പാത്രമൊക്കെ കഴുകി വെച്ച് ചുമരും ഒക്കെ വൃത്തിയാക്കി, അതുപോലെ പൈപ്പും ബേസിനും നന്നായിട്ട് തേച്ച് കഴുകി കൊടുക്കുന്നുണ്ട്. എപ്പോഴും ബേസിനൊക്കെ കഴുകിയാൽ നന്നായിട്ട് ഇരിക്കും കേട്ടോ. നമ്മൾ ഈ ബേസിനെല്ലാം കഴുകാണ്ടിരിക്കുമ്പോഴാണ് അവിടെ കറ പിടിച്ചത് കളറൊക്കെ മാറിപ്പോണത്. ഡെയിലി കഴുകിയാൽ മതി, അപ്പം നല്ല വൃത്തിക്കത് ഇരുന്നോളും. ഞാൻ ഡെയിലി കഴുകാറുണ്ട് കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഡെയിലി ബേസിനൊക്കെ നന്നായിട്ട് തേച്ച് കഴുകിയാൽ നന്നായിട്ടിരിക്കും കേട്ടോ. അപ്പോൾ ട്രൈ ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യാം, നല്ലതായിരിക്കും. കഴുകിക്കൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ചട്ടുകം താഴെ പോയി കേട്ടോ. അങ്ങനെ അതും എടുത്ത് കഴുകി വെച്ചതാണ്. നമ്മുടെ പാത്രമൊക്കെ ഞാനൊന്ന് കുറച്ച് നേരം കമിച്ച് വെക്കാമെന്ന് വിചാരിച്ചു. അതിനകത്ത് വെള്ളമൊക്കെ പോയിട്ട് താഴേക്ക് എടുത്ത് വെക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മുടെ തട്ടൊക്കെ നല്ല സെറ്റായിട്ടുണ്ട് കേട്ടോ. അവിടെ ഇവിടെ വെള്ളമൊക്കെ ഉറ്റുന്നുണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് തുടച്ച് കൊടുത്ത് അവിടെ സെറ്റാക്കി വെച്ചു. നമ്മളെ ചെരാപ്പലേൻ്റെ സ്റ്റൂലാണ്, അപ്പോൾ ഞാനതൊന്ന് വൃത്തിയാക്കുന്നുണ്ട്. അവിടെ തേങ്ങ ചിരവാത്തത് കൊണ്ട് അങ്ങനെ വലിയ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇപ്പം അങ്ങനെ തേങ്ങ അധികം യൂസ് ചെയ്യാറില്ല കേട്ടോ. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ. എന്നാൽ അവിടെ പൊടിയൊക്കെ ഉണ്ടെങ്കിലോ, അതുകൊണ്ട് ഞാൻ അവിടെ നല്ല പോലെ ഒന്ന് തുടച്ചിട്ടൊക്കെ കൊടുക്കുന്നുണ്ട്. നമ്മൾ അവിടെയൊക്കെ എപ്പം തുടച്ചു കൊടുത്താൽ കാണാനൊക്കെ ഒരു ഭംഗിയാണ് കേട്ടോ. വൃത്തികേടൊന്നും ഇല്ലാണ്ട് ഇങ്ങനെ കിടക്കും. അല്ലെങ്കിൽ നമുക്ക് മടി പിടിച്ചാലോ, അവിടെ ഒന്നും ചെയ്യുന്നില്ലല്ലോ, അവിടെ തുടക്കണ്ടെന്ന് വിചാരിച്ചിരുന്നാൽ അവിടെയൊക്കെ മൊത്തം വൃത്തികേടായിട്ട് കിടക്കുന്നതേ ഉള്ളൂ. അപ്പം നമ്മളതൊക്കെ എപ്പോഴും ശ്രദ്ധിക്കുക. നമ്മുടെ കിച്ചണിൽ എന്ത് സാധനം ഉണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും തുടച്ച് വൃത്തിയായിട്ട് ഇരിക്കാൻ ശ്രദ്ധിക്കുക എപ്പോഴും. അങ്ങനെ നമ്മുടെ താഴെയൊക്കെ ഒന്ന് ഞാൻ വിചാരിച്ചൊന്ന് തുണി വെച്ചിട്ട് തന്നെ അതിൽ കുറച്ച് ഡെറ്റോളൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ആ തുണി വെച്ചിട്ട് തന്നെ താഴെ ഒന്ന് തുടച്ചു കൊടുത്തു. തുടക്കണ കോലൊന്നും എടുത്തുകൊണ്ട് വന്നില്ല. അതിനേക്കാളും നല്ലത് ഇത് തന്നെയാണ് ഇതിനോണ്ട്. പക്ഷെ എനിക്കിങ്ങനെ മണങ്ങിയിട്ട് തുടക്കുന്ന ഭയങ്കര പാടാണ്. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും ഈ കോലുകൊണ്ട് തുടച്ചുകൊണ്ടിരിക്കണേ. ഇങ്ങനെ നമ്മൾ തുടച്ചുകൊണ്ടിരിക്കുമ്പോൾ നല്ല വൃത്തിയാവുന്നു. പിന്നെ ഒത്തിരി വെള്ളമൊന്നും ആവൂല കിച്ചണിൽ. തുണി കൊണ്ട് തുടക്കുമ്പോഴാണെങ്കിൽ പെട്ടെന്ന് ഉണങ്ങി കിട്ടുകയും ചെയ്യും. ഒരുപാട് നേരം വെയിറ്റ് ചെയ്യൊന്നും വേണ്ട. നമ്മൾ കോലുകൊണ്ട് തൊടുക്കണ സമയത്ത് കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ടി വരും ഉണങ്ങി കിട്ടാനൊക്കെ. ഇതൊക്കെ എൻ്റെ ബേസിൻ്റെ ഡബ്ബയാട്ടോ. ഇത് ഒന്നിൽ പേപ്പർ കടലാസൊക്കെ ഒരു കവറിലിടണം, ഒന്നിൽ നമ്മൾ ഫുഡിൻ്റെ ഒക്കെ വേസ്റ്റ് ഇല്ലേ, അതങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് തന്നെ ഇടണം കേട്ടോ. അതുകൊണ്ട് ഞാൻ അങ്ങനെ തന്നെ കവറ് മാറ്റി വെച്ചതാണ്. അല്ലെങ്കിൽ രണ്ടും കൂടി മിക്സ് ആയിട്ട് ഇടും കുട്ടികൾ. അതുകൊണ്ട് ഞാനത് വേറെ എപ്പോഴും വേസ്റ്റ് കൊണ്ടിട്ടിട്ട് വന്നാൽ ഞാനത് പെട്ടെന്ന് സെറ്റാക്കി വെക്കും. അങ്ങനെ ഇന്നത്തെ നമ്മുടെ കിച്ചൺ ക്ലീനിങ് കഴിഞ്ഞിട്ടുണ്ട്. ഫൈനൽ ലുക്ക് എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. ബായ്.